മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പപ്പായ ചേർത്തിട്ടുള്ളൊരു കറിയാണ്. പപ്പായ നമ്മുടെയൊക്കെ വീടുകളിൽ സുലഭമായിട്ടുള്ളതാണ്. ഞാനിവിടെ ഒരു പപ്പായയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 2 കപ്പോളം വരും. ഇതുപോലെ സ്ക്വയറായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഒരു മൺചട്ടിയിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പപ്പായ കഷ്ണങ്ങൾ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്യല്ല, നമ്മളൊന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയായിട്ട് കിട്ടും. ഇപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിത് കോരിയെടുക്കുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് എണ്ണ ബാക്കിയുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയതിട്ട് കൊടുക്കുകയാണ്. തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് 4 ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് കളറ് മാറി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. പെരിഞ്ജീരകം ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് ഇറച്ചിക്കറിയുടെ അതേ സ്വാദായിരിക്കും. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും ഇതുപോലെ തന്നെ നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 1 വെളുത്തുള്ളി അല്ലിയും ചെറുതായിട്ട് അരിഞ്ഞതിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 2 സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. സവാള ചെറുതായതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത്. മീഡിയം സൈസൊക്കെ ആണെങ്കിൽ 1 എടുത്താലും മതി. ഇത് വളരെ ചെറിയ സവാളയായിരുന്നു. ഈ സവാളയിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 1 പച്ചമുളക് നടുകെ മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. നമ്മൾ തേങ്ങ വറുത്തപ്പോൾ മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളിതിലേക്ക് പപ്പായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നന്നായിട്ട് കളർ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുളക് പൊടി ഇവിടെ തന്നെ ചേർത്തത്. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി പ്യൂരിയാക്കിയത് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പപ്പായ കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പപ്പായ വേകാനായിട്ട് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. പച്ചവെള്ളം ചേർക്കരുത്. അത് നമ്മളൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമുക്കിതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ നേരത്തെ വറുത്തിച്ചിരുന്ന തേങ്ങ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അല്പം വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പപ്പായ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം.
അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമുള്ളത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അല്പം ഉപ്പ് കൂടെ ചേർക്കാം. ഞാനിവിടെ ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കത് സ്റ്റവിൽ നിന്നും മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. ഈ തടക്കയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് അല്പം കറിവേപ്പിലയും 2-3 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ കറി നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പപ്പായ കൊണ്ട് നമ്മൾ സാധാരണ മോര് കറിയും അല്ലെങ്കിൽ തോരനോ മെഴുക്കുവരട്ടിയൊക്കെ വെക്കാറുണ്ട്. ഇതുപോലെ കറി തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.